ഈശ്വർ ടെലിഫോൺ ലൈനുണ്ട്. രാഹുൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള സിനിമാ രംഗത്തെ ആദ്യ വിക്കറ്റ് ആകുമോ സിദ്ദിഖ്? മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചു എന്ന് പറഞ്ഞാൽ ഒരാൾ കുറ്റക്കാരനാണെന്നല്ല അർത്ഥം. പകരം കോടതി പറയുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം വേണം. പോലീസിന് സിദ്ദിഖിന്റെ ഭാഗം കൂടെ കേൾക്കണം. സിദ്ദിഖിന്റെ വാദഗതികളും സിദ്ദിഖ് എന്താണ് നിലപാട് തുടങ്ങിയ കാര്യങ്ങൾ അറിയണം. അതിനായിട്ട് പോലീസിന് സിദ്ദിഖിനെ ചോദ്യം ചെയ്യണം. ഇത്ര മാത്രമാണ് മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചാൽ അർത്ഥം. മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചതുകൊണ്ട് ഒരു വ്യക്തി കുറ്റക്കാരനാണ് എന്നുള്ളൊരു മുൻവിധി പലപ്പോഴും സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. അത് നിയമപരമായി ശരിയല്ല, വസ്തുതാപരമായി ശരിയല്ല. സിദ്ദിഖ് കുറ്റക്കാരനാണെന്നല്ല ഇതിനർത്ഥം. പകരം പോലീസിന് സിദ്ദിഖിനോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും സിദ്ദിഖിന്റെ ഭാഗം വിശദീകരിക്കാനും അത് ചോദ്യം ചെയ്തതിൽ വെളിപ്പെടാനും ഉള്ള അവസരം വേണം. രണ്ട്, ആ പരാതിക്കാരിക്കും ഇതേപോലെ സമാനമായ പരാതി മുമ്പോട്ട് വെക്കാനും അതിന്റെ വിശദാംശങ്ങൾ പറയാനുമുള്ള സ്പേസ് വേണം. ഇത്ര മാത്രമേ ഉള്ളൂ മുൻകൂർ ജാമ്യത്തിന്റെ അർത്ഥം. സിദ്ദിഖ് ഏതെങ്കിലും കാരണവശാലും കുറ്റക്കാരനാണെന്ന് ഒരർത്ഥത്തിനും തെളിവില്ല. രണ്ട്, പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്കുള്ള ഒരു സംശയം ചോദിക്കാൻ കൂടി അങ്ങ് അനുവാദം തരണം. ഈ വ്യക്തി, അതായത് ഈ പരാതിക്കാരിയായ വ്യക്തി അച്ഛൻ, അമ്മ, സുഹൃത്ത് എന്നിവരുടെ കൂടെ സിനിമ ഒരു പ്രിവ്യൂവും മറ്റും പോയിട്ടാണല്ലോ ഈ ഹോട്ടലിലേക്ക് വരുന്നത്. ഈ പറയപ്പെടുന്ന റേപ്പ് നടന്ന സമയത്ത് ആ അച്ഛനും അമ്മയും സുഹൃത്തും എവിടെയായിരുന്നു എന്ന് സ്വാഭാവികമായ ചോദ്യം ഉയരുന്നില്ലേ? ഈ വ്യക്തി എന്തോ ഈ ഹോട്ടലിൽ വരുമ്പോൾ അച്ഛനും അമ്മയും സുഹൃത്തും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെവിടെയെന്ന സഹജമായ ഒരു ചോദ്യവും സ്വാഭാവികമായ ചോദ്യവും വരുന്നില്ലേ? രണ്ട്, കൺസെന്റോട് കൂടിയാണ് നടന്നെങ്കിൽ, ഇത് നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, കൺസെന്റോട് കൂടിയാണ് നടന്നതെങ്കിൽ പിന്നീട് ഇത് റേപ്പാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? മൂന്ന്, 2018-19 കാലഘട്ടങ്ങളിൽ ഇതേ വ്യക്തി 14 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അന്ന് സിദ്ദിഖിനെതിരെ റേപ്പ് ആരോപണം ഉന്നയിച്ചിട്ടില്ല. ദയവായി ശ്രദ്ധിക്കുക, മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്, മൊഴികളിൽ ഇൻകൺസിസ്റ്റന്റി ഉണ്ട്, മൊഴികളിൽ അവ്യക്തതയുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്. കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ ശ്രീ രാഹുൽ. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും ജാമ്യം നിഷേധിക്കപ്പെട്ടത്. അല്ല, അങ്ങനെയല്ല, നേരെ തിരിച്ച് കോടതിയിലല്ല. ഈ വ്യക്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഫേസ്ബുക്കിലാണ് ആദ്യം ഇത് ഉന്നയിക്കുന്നത്. പിന്നീട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നാണ് ഈ പരാതിക്കാരി കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ പറഞ്ഞ കാര്യമല്ല കോടതിയിൽ എഴുതി കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വാദത്തിന്റെ സമയത്ത് മാത്രമേ വരൂ. അതായത് ഫേസ്ബുക്കിൽ 14 പേർക്കെതിരെ ആരോപണം ഉന്നയിച്ചതിൽ 3ഓ 4ഓ ആയിട്ടാണ് സിദ്ദിഖിന്റെ പേര് പറയുന്നത്. അന്ന് റേപ്പ് ആരോപണമോ ലൈംഗിക ആരോപണങ്ങളോ ഇല്ല. രണ്ട്, പിന്നീട് വന്നപ്പോ സിദ്ദിഖ് റേപ്പ് ചെയ്തു എന്ന ആരോപണമില്ല. അങ്ങേക്ക് ഒരുപക്ഷെ ഓർമ്മയാണ്, മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നപ്പോ റേപ്പ് ചെയ്തു എന്ന് ആരോപണമില്ല. പിന്നീട് പോലീസിനോടുള്ള പരാതിയിലും മറ്റുമാണ് റേപ്പ്. അത് മനഃപൂർവ്വം കേസിന്റെ ഗൗരവം കൂട്ടാൻ വേണ്ടി കള്ളം പറഞ്ഞാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കും. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം. ശരി ശരി രാഹുൽ. ഏതായാലും സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളിയ പശ്ചാത്തലമുണ്ട്. അത് സിനിമാ രംഗത്ത് ഈ പറഞ്ഞതുപോലെ നിരവധി നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതിന് പിന്നാലെയാണ് ഇത്ര വലിയ ഒരു ആരോപണത്തിന്റെ പേരിൽ കോടതി പോലും സിദ്ദിഖിന് പിന്തുണ നൽകാതെ ജാമ്യാപേക്ഷ തള്ളി വന്നിരിക്കുന്നത്. ഇനി നിയമത്തിന്റെ കൂടുതൽ നടപടികളിലേക്ക് സിദ്ദിഖിന് കടക്കേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.